ഹായ് ഹലോ വെൽക്കം ടു മാനസീസ് മാത്സ് സൊല്യൂഷൻ. ഇന്ന് നമ്മൾ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് എന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ ഓഫ് എ നോൺ നെഗറ്റീവ് ഫങ്ഷൻ, സിമ്പിൾ ഫങ്ഷൻസ് ആൻഡ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എപ്പോഴാണ് ഒരു മെഷറബിൾ ഫങ്ഷൻ? മുന്നെയൊക്കെ നമ്മൾക്ക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിരുന്നത് നോൺ നെഗറ്റീവ് ഫങ്ഷനും സിമ്പിൾ ഫങ്ഷനുമായിരുന്നു. സിമ്പിൾ ഫങ്ഷനിലൂടെ നമ്മൾ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസിനെല്ലാം തന്നെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് ഓൺലി ഫോർ റിയൽ നമ്പേഴ്സ്, എക്സ്റ്റൻഡഡ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻസിനും നമ്മൾ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നോൺ നെഗറ്റീവ് കേസ്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു മെഷറബിൾ ഫങ്ഷൻ എപ്പോഴാണ് ഇൻ്റഗ്രബിൾ ആവുന്നത് എന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഒരു മെഷറബിൾ ഫങ്ഷൻ എപ്പോഴാണ് ഇൻ്റഗ്രബിൾ ആണ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ്. എ റിയൽ വാല്യൂഡ് x bar measurable function. Note that a real valued x bar measurable function f defined on x is a integrable function. നോട്ട് ചെയ്യുക, റിയൽ വാല്യൂഡ് ഫങ്ഷനാണ് നമ്മൾ ഇൻ്റഗ്രബിൾ ആവുന്നത്. അപ്പോൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസിനാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ, എ റിയൽ വാല്യൂഡ് എക്സ് ബാർ മെഷറബിൾ ഫങ്ഷൻ എഫ് defined on a set x is said to be integrable function if both positive and negative parts f plus f minus of f have finite integrals with respect to a measure mu. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു മെഷറബിൾ സ്പേസ് എക്സ് ബാർ മ്യൂ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻ എഫ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ഫങ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ആറിലോട്ടുള്ള, എക്സ്റ്റൻഡഡ് റിയൽ നമ്പേഴ്സിലോട്ടല്ല, റിയൽ നമ്പേഴ്സിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷറബിൾ ഫങ്ഷൻ ഇൻ്റഗ്രബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അതിൻ്റെ പോസിറ്റീവ് പാർട്ടിൻ്റെയും നെഗറ്റീവ് പാർട്ടിൻ്റെയും, പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും എന്താണ്? നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആണ്. സോ ദെയർ ഇൻ്റഗ്രൽസ് ആർ ഡിഫൈൻഡ്. അപ്പോൾ ആ ഇൻ്റഗ്രൽസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് മെഷർ ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഈ ഫങ്ഷൻ എഫിനെ ഇൻ്റഗ്രബിൾ ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, സോ പോസിറ്റീവ് പാർട്ടിൻ്റെയും നെഗറ്റീവ് പാർട്ടിൻ്റെയും മെഷേഴ്സ് ഫൈനൈറ്റ് ഇൻ്റഗ്രൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഒരു ഫങ്ഷൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ആണെന്ന് പറയും. ഓക്കെ, so the collection of all integrable functions or summable functions, okay, integrable or summable functions is denoted by L is equal to L of x bar mu. So ഇതെന്താണ് denote ചെയ്യുന്നത്? set of all integrable functions. In this case we define the integral of f with respect to mu to be integrable ആവുന്നത് എപ്പോഴാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് മൈനസ് ഡി മ്യൂ. ഓക്കെ, സോ ഇതാണ് എന്തായിട്ട് വരുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എ മെഷറബിൾ ഫങ്ഷൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ്റഗ്രബിൾ. ഇപ്പോൾ എഫ് പ്ലസിൻ്റെയും എഫ് മൈനസിൻ്റെയും ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ ആ മെഷറബിൾ ഫങ്ഷൻ ഇൻ്റഗ്രബിൾ ആവുള്ളൂ. ആൻഡ് ഇൻ്റഗ്രബിൾ ആവുന്ന ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് മൈനസ് ഡി മ്യൂ. ഓക്കെ, and if E belongs to x bar, we define integral of f over the set E d mu with respect to the measure mu is equal to integral of f plus over E with respect to mu minus integral of f minus over E with respect to the measure mu. Okay, അപ്പോൾ നമ്മൾ
ജനറൽ ഇൻ്റഗ്രലും ഡിഫൈൻ ചെയ്തു, ഓവർ എ സെറ്റും ഡിഫൈൻ ചെയ്തു. ഓക്കെ, സപ്പോസ് ഇപ്പം നമ്മൾക്ക് നേരത്തെ നമ്മൾ എഴുതിയിരുന്നത് എഫ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും എടുത്തു കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് ആണ്. ആൻഡ് ഈ രണ്ട് ഫങ്ഷൻസിൻ്റെയും ഈ പോസിറ്റീവ് പാർട്ടിൻ്റെയും നെഗറ്റീവ് പാർട്ടിൻ്റെയും ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആവുമ്പോഴാണ് ആ ഫങ്ഷൻ എഫ് ഇൻ്റഗ്രബിൾ ആവുന്നത്. ഇൻ്റഗ്രൽ ഓഫ് ദീസ് ടു ഫങ്ഷൻസ് ഫൈനൈറ്റ് ആകുമ്പോഴാണ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡിഫൈൻഡ് ആവുന്നത്, അത് ആ ഫങ്ഷൻ ഇൻ്റഗ്രബിൾ ആവുന്നത്. ആൻഡ് ദിസ് ഇൻ്റഗ്രൽ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് മൈനസ് ആയിരുന്നു. ഇനി സപ്പോസ് എഫ് ഇസ് ഈക്വൽ ടു F1 മൈനസ് F2 ആണെന്ന് കരുതുക, വേർ F1 ആൻഡ് F2 ആർ എനി നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ്. F1 F2 എന്താണ്? നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. അത് ഈ എഫ് പ്ലസിനും എഫ് മൈനസിനും ഈക്വൽ ആവണമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ എഫിനെ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് കരുതുക. സപ്പോസ് എഫ് ഇസ് ഈക്വൽ ടു F1 മൈനസ് F2 where F1 and F2 are non-negative measurable functions with finite integrals. Okay, with finite integrals. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ നമ്മൾ സത്യം പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് F1 ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് F2 ഡി മ്യൂ എന്നും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിതൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടു പ്രൂവ് ദിസ് consider f is equal to F1 minus F2, but we have f is equal to f plus minus f minus. So F1 minus F2 is equal to f plus minus f minus, and this implies that ഞാൻ ഈ എഫ് മൈനസിനെ ലെഫ്റ്റിലോട്ടും F2നെ റൈറ്റിലോട്ടും എടുത്തു കഴിഞ്ഞാൽ F1 plus f minus is equal to f plus F2 എന്ന് വരും. സോ ഇതെന്താണ്? നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. F1ഉം എഫ് മൈനസും നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് അല്ലേ. സോ ദെയർ അഡീഷൻ ഇസ് ഓൾസോ നോൺ നെഗറ്റീവ്. എഫ് പ്ലസും F2 നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. സോ ദെയർ അഡീഷൻ ഇസ് ഓൾസോ നോൺ നെഗറ്റീവ്. സോ ദ ഇൻ്റഗ്രൽ ഓഫ് ദീസ് ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ്. സോ കൺസിഡർ ദ ഇൻ്റഗ്രൽ ഓഫ് F1 plus f minus d mu. So this is equal to integral of f plus F2 minus d mu. F2 d mu. അപ്പോൾ F1ഉം f മൈനസും എന്താണ്? നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് അല്ലേ. സോ നമ്മൾക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെ എഴുതാം? ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇൻ്റഗ്രൽ ഓഫ് F1 d mu പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് f മൈനസ് d mu is equal to ഇൻ്റഗ്രൽ ഓഫ് f plus d mu plus integral of F2 d mu. Since all these terms are finite അല്ലേ, ഈ ഫങ്ഷൻസിൻ്റെ എല്ലാം ഇൻ്റഗ്രൽസ് ഫൈനൈറ്റ് ആണ്. എഫ് ഫങ്ഷൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ രണ്ട് ഇൻ്റഗ്രലും ഫൈനൈറ്റ് ആയാലും അത് ഇൻ്റഗ്രബിൾ ആവുള്ളായിരുന്നു. സോ ദീസ് ടു ആർ ഫൈനൈറ്റ് വാല്യൂസ്. ആൻഡ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് തന്നെ ഉണ്ടായിരുന്നു F1ൻ്റെയും F2ൻ്റെയും ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണെന്ന്. So this implies that integral of f plus d mu minus integral of f minus d mu is equal to integral of f1 d mu minus integral of f2 d mu. Okay, so this implies that ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന എന്താണ്? integral of f with respect to mu. So integral of f d mu is equal to integral of f1 d mu minus integral of f2 d mu. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ f is equal to F1 മൈനസ് F2 എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ, ആൻഡ് വൺ മോർ എന്തൊക്കെ കണ്ടീഷനാണ്? F1ഉം F2ഉം നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ആയിരിക്കണം, ആൻഡ് ദെയർ ഇൻ്റഗ്രൽസ് ഫൈനൈറ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എഫിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ദ മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? F1ൻ്റെയും F2ൻ്റെയും ഇൻ്റഗ്രൽ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് റിസൾട്ടിലോട്ടാണ്. ലെമ്മ 5.2. നമ്മളെപ്പോഴും ഇങ്ങനെ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ആയാലും നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസിനെല്ലാം തന്നെ നമ്മൾ എന്താണ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തെടുത്തെല്ലാം തന്നെ ഒരു ഫങ്ഷൻ ലാംഡ മെഷർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാംഡ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ ഡി മ്യൂ മെഷർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷൻ എഫ് മെഷറബിൾ ഫങ്ഷൻ എഫ് എന്താണ്? നോൺ നെഗറ്റീവ് ഫങ്ഷൻ ആവണമെന്നില്ല, ജസ്റ്റ് എ മെഷറബിൾ ഫങ്ഷനാണ്. സോ ഇങ്ങനെ നമ്മൾ ലാംഡ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ചാർജ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾക്കിത് പ്രൂവ് ചെയ്യണം. ഇഫ് എഫ് ബിലോങ്സ് ടു എൽ ആൻഡ്
and lambda is defined on x bar to r by lambda of e is equal to integral of f over e with respect to mu. Then lambda is a charge. നമ്മൾക്കറിയാം ഒരു ചാർജും ഒരു മെഷറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ചാർജും മെഷറും എന്തായിരിക്കും? എം ടി സെറ്റിൻ്റെ ലാംഡ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും ആൻഡ് കൗണ്ടബിളി അഡിറ്റീവുമായിരിക്കും. ആൻഡ് മെഷറിന് വൺ മോർ കണ്ടീഷൻ എന്താ ഉള്ളത്? നോൺ നെഗറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ ചാർജിന് ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. ഫസ്റ്റ് പറഞ്ഞ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷൻ എന്തായിത്തീരും? ചാർജായിത്തീരും. സോ നമുക്ക് ഈ 2 കണ്ടീഷൻസ് മാത്രമേ ഇവിടെ ചെക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എഫ് ഇവിടെ മെഷറബിൾ ആണ്. ഇപ്പോൾ എഫ് പ്ലസും എഫ് മൈനസും മെഷറബിൾ ഫങ്ഷൻസും ആണ്, അത് നോൺ നെഗറ്റീവ് ഫങ്ഷൻസുമാണ്. സോ എഫ് പ്ലസും എഫ് മൈനസും എവിടെ ഉണ്ടായിരിക്കും? എം പ്ലസ്സിലുണ്ടായിരിക്കും. നൗ കൺസിഡർ ലാംഡ പ്ലസ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഓവർ ഇ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആൻഡ് ലാംഡ മൈനസ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് മൈനസ് ഓവർ ഇ വിത്ത് റെസ്പെക്ട് ടു മ്യൂ. ഇങ്ങനെ 2 ഫങ്ഷൻസ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തു. സിൻസ് എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് ആർ മെഷറബിൾ ഫങ്ഷൻസ്, ദീസ് 2 ആർ മെഷേഴ്സ്. നമ്മൾക്കറിയാം എഫ് മെഷറബിൾ ഫങ്ഷൻ ആണെങ്കിൽ, നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻ ആണെങ്കിൽ ലാംഡ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ ഡി മ്യൂ. ഇതെന്താണ്? ഓവർ മ്യൂ. ഇതെന്താണ്? നമ്മൾക്ക് മെഷറാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അത് പ്രകാരം ഇവിടെ എഫ് പ്ലസും എഫ് മൈനസും മെഷറബിൾ ഫംഗ്ഷനാണ്, നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷനാണ്. സോ ദീസ് 2 ആർ മെഷേഴ്സ്. ഓക്കെ, ദീസ് 2 ആർ മെഷേഴ്സ് ഓൺ എക്സ്. ആൻഡ് എഫ് ബിലോങ്സ് ടു എൽ ഇംപ്ലൈസ് ദാറ്റ് എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് ഹാസ് ഫൈനൈറ്റ് ഇൻ്റഗ്രൽസ് ഓൾസോ. അപ്പോൾ ഈ എഫ് മൈനസിൻ്റെയും എഫ് പ്ലസിൻ്റെയും ഇൻ്റഗ്രൽസ് എന്താണ്? ഫൈനൈറ്റ് ആണ്. സോ ദീസ് 2 ആർ ഫൈനൈറ്റ്. Therefore the integral of f plus and the integral of f minus has finite values. And lambda is equal to എന്താണ്? lambda of e എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? integral of f over e d mu. This is equal to എന്താണ്? integral of f plus over e minus integral of f minus over e ആണ്. ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്താണ്? lambda plus of e ആണ്. സെക്കൻഡ് എഴുതിയിരിക്കുന്നത് എന്താണ്? ലാംഡ മൈനസ് ഓഫ് ഇ ആണ്. സോ ഈ 2 മെഷേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഫങ്ഷൻ ലാംഡ വരുന്നത്. ഹെൻസ് ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് മൈനസ് ലാംഡ മൈനസ് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. ഇത് 2 ഫൈനൈറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ലാംഡ എന്തായിരിക്കും? വിച്ച് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. ആൻഡ് ലാംഡ പ്ലസ് മൈനസ് ലാംഡ മൈനസ് ഓഫ് ഫൈ എന്താണ്? ലാംഡ പ്ലസ് ഓഫ് ഫൈ മൈനസ് ലാംഡ മൈനസ് ഓഫ് ഫൈ. ഇത് 2 മെഷേഴ്സ് ആയതുകൊണ്ട് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ലാംഡ ഓഫ് ഫൈ ഈക്വൽ ടു 0. ആൻഡ് ലാംഡ പ്ലസും ലാംഡ മൈനസും എന്താണ്? ദീസ് 2 ആർ കൗണ്ടബിളി അഡിറ്റീവ്. കാരണം എന്താണ്? മെഷേഴ്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ്. സോ ദീസ് 2 ആർ കൗണ്ടബിളി അഡിറ്റീവ് ആയതുകൊണ്ട് ദെയർ ഡിഫറൻസ് ഇസ് ലാംഡ. ദെർഫോർ ലാംഡ ഇസ് ഓൾസോ കൗണ്ടബിളി അഡിറ്റീവ്. സോ ലാംഡ ഇസ് എ ചാർജ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ലാംഡ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റത്തില്ല ഫോർ എനി മെഷറബിൾ സെറ്റ്. ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. സോ നമ്മൾക്ക് ഇവിടെ എന്താണ്? ഈ ഫങ്ഷൻ ചാർജാണ്. മെഷർ ആവില്ലെന്ന് അങ്ങ് പറയാൻ പറ്റില്ല, മെഷർ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെന്തായാലും ചാർജാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് എന്താണ്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. നമ്മൾ സാറിന് ഇൻ്റഗ്രൽസിനൊക്കെ ഡിഫൈൻ ചെയ്ത് റിമാൻ ഇൻ്റഗ്രലൊക്കെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാം. ഇഫ് എഫ് ബിലോങ്സ് ടു എൽ ആൻഡ് എഫ് ബിലോങ്സ് ടു എൽ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ഫംഗ്ഷൻ മെഷറബിൾ ആണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. റിയൽ വാല്യൂഡ് മെഷറബിൾ ഫംഗ്ഷൻ വിച്ച് ഈസ് ഇൻ്റഗ്രബിൾ ഓൾസോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫ് ബിലോങ്സ് ടു എൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാംഡ ഈസ് ഡിഫൈൻഡ് ഓൺ എക്സ് ബാർ ടു ആർ ബൈ lambda of e is equal to integral of f over e with respect to mu, which is called as the indefinite integral of f with respect to mu. അതായത് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തല്ലോ ചാർജ് ആണെന്ന്. ആ ഫങ്ഷനെ ലാംഡ ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ ഡി മ്യൂനെയാണ് എന്ത് പറയുന്നത്?
the indefinite integral of f എന്ന് പറയുന്നത്. Okay, this is the indefinite integral of f with respect to mu. Okay, we have proved that lambda is charge. അപ്പോൾ ചാർജ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലാംഡ എന്തായിരിക്കും, കൗണ്ടബിളി അഡിറ്റീവ് ആയിരിക്കും. എന്താണ് ഈ കൗണ്ടബിളി അഡിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? when we consider a disjoint sequence in x bar with a union equal to e. when we consider a disjoint sequence, ഞാനിവിടെ സീക്വൻസ് en എന്ന് എഴുതുന്നത്, en in x bar with a union equal to e, then lambda of e equal to lambda of union over n en ആയിരിക്കും. കൗണ്ടബിളി അഡിറ്റീവ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n ലാംഡ ഓഫ് ഇ എന്നിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലാംഡ ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ ഡി മ്യൂ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സമ്മേഷൻ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n ഇസ് ഈക്വൽ ടു 1 to infinity ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ എൻ ഡി മ്യൂ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു ഡിസ്ജോയിൻ്റ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് ഇ എൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ദർ യൂണിയൻ ഓവർ എൻ ഇ എൻ ഇസ് ഈക്വൽ ടു ഇ ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഓവർ ഇയിലുള്ള ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്തിന് ഈക്വൽ ആണ്? ഈച്ച് ഓഫ് ദീസ് മെഷറബിൾ സെറ്റ്സിലുള്ള ഇൻ്റഗ്രൽസിൻ്റെ സമ്മേഷൻ ഈക്വൽ ആണ്. ഇത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. So that is the indefinite integral of function in L is countably additive. അതായത് നമ്മൾ ഈ ലാംഡേനാണല്ലോ indefinite integral എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So this can be written as this, and hence we can say that this indefinite integral of this function f is of any function f in L is countably additive. Okay, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു റിസൾട്ടിലോട്ടാണ്. tier 5.3. ഇനി നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ a measurable function f belongs to L. a measurable function f measurable ആണ്. അപ്പോൾ ആ ഒരു measurable function belongs to L if and only if its modulus belongs to L എന്ന് പ്രൂവ് ചെയ്യണം. and the modulus of integral f d mu is less than or equal to integral of modulus of f d mu എന്നും പ്രൂവ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. here we have f belongs to L if and only if f plus and f minus are measurable and they have finite integrals. അല്ലേ? അപ്പോൾ എന്താണ്? എഫ് പ്ലസിനും എഫ് മൈനസിനും എന്താണ്? ഫൈനൈറ്റ് ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ എഫ് ബിലോങ്സ് ടു എൽ ആയതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് എഫ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എഫ് എന്താണ്? എഫ് പ്ലസ് എഫ് മൈനസ് ആണ് വരുന്നത്. അല്ലേ? അപ്പം മോഡുലസ് ഓഫ് എഫ് മെഷറബിൾ ആണെന്ന് നമ്മൾ മുൻപേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾക്കിനി ഇൻ്റഗ്രബിൾ ആണെന്ന് കൂടെ പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് എഫ് മൈനസ് ആണ്. ഇനി മോഡുലസ് ഓഫ് എഫിൻ്റെ പോസിറ്റീവ് പാർട്ട്, നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഇൻ്റഗ്രബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അതിൻ്റെ പോസിറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രലും അതിൻ്റെ നെഗറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രലും ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ മോഡുലസ് ഓഫ് എഫിൻ്റെ പോസിറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് തന്നെയാണ് വരിക. കാരണം എന്താണ്? വിച്ച് ഇസ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് പ്ലസ് എഫ് മൈനസ് ആണ്. ആൻഡ് മോഡുലസ് ഓഫ് ഫംഗ്ഷൻ്റെ നെഗറ്റീവ് പാർട്ട് എന്താണ്? ദിസ് ഇസ് 0 ആണ്. കാരണം എന്താണ്? ഒന്നുപോലും നെഗറ്റീവ് വാല്യൂ എടുക്കുന്നില്ല. ഒരു പോയിന്റിൽ പോലും നെഗറ്റീവ് വാല്യൂ എടുക്കുന്നില്ല. എങ്കിലല്ലേ നമുക്ക് നോൺ സീറോ വാല്യൂസ് വരുള്ളൂ നെഗറ്റീവ് പാർട്ടിന്. സോ നെഗറ്റീവ് പാർട്ട് 0യും പോസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇറ്റ്സെൽഫാണ് വരുന്നത് മോഡുലസ് ഓഫ് എഫിന്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പോസിറ്റീവ് പാർട്ടിൻ്റെയും നെഗറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? നെഗറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ 0 വരും. അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 0 വരും. പോസിറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് മോഡ് എഫ് ഡി മ്യൂന് ഈക്വൽ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് എഫ് മൈനസ് ഡി മ്യൂ എന്ന് വരും. അല്ലേ? ആൻഡ് ഇതിൽ ഇനി നോക്കിക്കേ, ദിസ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസും എഫ് മൈനസും നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആയതുകൊണ്ട് ആൻഡ് എഫ് പ്ലസ് എഫ് മൈനസ് എന്താണ്? ഇൻ്റഗ്രൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് മൈനസ് ഡി മ്യൂ എന്ന് എഴുതാം. അല്ലേ? ആൻഡ് ഇതിൽ നമുക്കറിയാം എഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ രണ്ട് ഇൻ്റഗ്രൽസും ഫൈനൈറ്റ് വാല്യൂസ് ആണ്. സോ ദർ സം ഇസ് ഓൾസോ എ ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ എന്ത് കിട്ടി? ഈ ഒരു ഫംഗ്ഷൻ്റെ പോസിറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. ആൻഡ് നെഗറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരുന്നു? 0 ആണ്. സോ വിച്ച് ഇസ് ഓൾസോ ഫൈനൈറ്റ്.
സോ പോസിറ്റീവ് പാർട്ടിൻ്റെയും നെഗറ്റീവ് പാർട്ടിൻ്റെയും ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് മോഡുലസ് ഓഫ് എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾക്ക് ആ ഒരു ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കൺസിഡർ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഓർ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ. ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിന് റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇത് രണ്ട് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എ ആൻഡ് ബി എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം the modulus of a minus b is less than or equal to modulus of a plus modulus of b ആണ്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുന്നത് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ പ്ലസ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ പ്ലസ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ എന്ന് വരും. ആൻഡ് ഈച്ച് ഓഫ് ദിസ് ഇസ് എ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ. സോ എഫ് പ്ലസും എഫ് മൈനസും നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഈ രണ്ട് ഇൻ്റഗ്രലിനെ ആഡ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ് ഡി മ്യൂ ആൻഡ് എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ് എന്താണ് മോഡുലസ് ഓഫ് എഫ് ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡുലസ് ഓഫ് എഫ് ഡി മ്യൂ എന്ന് പറഞ്ഞു. അതായത് ദ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡുലസ് ഓഫ് എഫ് ഡി മ്യൂ എന്ന് കിട്ടി. ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, corollary 5.4. so the statement is that if f is measurable and g is integrable, ഒരു function measurable ആണ്, another function integrable ആണ്, and modulus of f less than or equal to modulus of g ആണ്, then f is integrable എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. and one more thing is that the integral of modulus of f d mu is less than or equal to integral of modulus of g d mu. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. എന്താണ്? എഫ് ഇൻ്റഗ്രബിൾ ആണെന്നും പ്രൂവ് ചെയ്യണം, ഈ ഒരു ഇൻഇക്വാലിറ്റിയും പ്രൂവ് ചെയ്യണം. സോ പ്രൂഫ് എഫ് ആൻഡ് ജി ആർ മെഷറബിൾ ഫങ്ഷൻസ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ആൻഡ് മോഡുലസ് ഓഫ് ജി ആർ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ്. എഫും ജിയും മെഷറബിൾ ഫങ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് അല്ലെങ്കിൽ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻ ആയിരിക്കും അല്ലേ. ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ജി ഇംപ്ലൈസ് ദാറ്റ് വാട്ട് ദ ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് എഫ് ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് ജി ഡി മ്യൂ. ഇത് നമ്മൾക്ക് നോൺ നെഗറ്റീവ് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൽ നിന്ന് വരുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഇനി ഈ ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് ജി ഡി മ്യൂ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ജി പ്ലസ് പ്ലസ് ജി മൈനസ് ഡി മ്യൂ ആണ് അല്ലേ. അപ്പോൾ സിൻസ് ജി ഈസ് ഇൻ്റഗ്രബിൾ ആൻഡ് മോഡുലസ് ഓഫ് ജി ഈസ് ഇൻ്റഗ്രബിൾ ആൻഡ് ദിസ് ടു ഹാർ ഫൈനൈറ്റ് വാല്യൂസ് അല്ലേ. ജിയും മോഡുലസ് ഓഫ് ജി ഓഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഈ വാല്യൂസ് എന്താണ് ഫൈനൈറ്റ് വാല്യൂസ് ആണ് അല്ലേ. ആൻഡ് ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് എഫ് മൈനസ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് മൈനസ് ഡി മ്യൂ എന്ന് വരും. ആൻഡ് ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. നമ്മൾക്ക് മോഡുലസ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ് ആണ്. സോ ഈ ഒരു ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന ഇൻ്റഗ്രൽ എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ് ഡി മ്യൂ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് മൈനസ് ഡി മ്യൂ. ഈ വാല്യൂ ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് ജി ഡി മ്യൂ എന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ജി ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ ഒരു വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കും. ജി ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ജി ഇൻ്റഗ്രബിൾ ആണ്. സോ നമ്മൾക്ക് എന്ത് കിട്ടിയതാ? ഈ ഒരു വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വാല്യൂ ഫൈനൈറ്റ് ആയതുകൊണ്ടും ദിസ് ഈസ് ലെസ് ദാൻ ഈ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ടും നമ്മൾക്ക് എന്ത് പറയാം? the integral of f plus d mu and the integral of f minus d mu are finite, therefore f is integrable. Okay, so function integrable ആണ്. ആൻഡ് ഈ ഇൻഇക്വാലിറ്റി നമ്മൾക്ക് അല്ലാതെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ നിന്നാണ് നമ്മൾ ഫംഗ്ഷൻ എഫ് ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് റിസൾട്ട് തിയറം 5.5. A constant multiple alpha f and some
എഫ് പ്ലസ് ജി ഓഫ് ഫങ്ഷൻസ് ഇൻ എൽ ബിലോങ്സ് ടു എൽ. നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഏതൊരു ഫംഗ്ഷൻ എഫ് എടുത്തു കഴിഞ്ഞാലും, ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ എഫ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളും ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി ഏത് രണ്ട് ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്താലും എന്താണ്, ഫോർ എനി ടു ഫംഗ്ഷൻ എഫ് ആൻഡ് ജി ഇൻ എൽ, എഫ് പ്ലസ് ജിയും എല്ലിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ആൻഡ് വൺ മോർ തിങ് എന്താണ്, the integral of alpha f d mu equal to alpha times integral of f d mu എന്നും പ്രൂവ് ചെയ്യണം. ആൻഡ് integral of f plus g d mu equal to integral of f d mu plus integral of g d mu. ഈ ഒരു കാര്യവും പ്രൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, സപ്പോസ് ആൽഫ ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ആൽഫ 0 ആണെങ്കിൽ ആൽഫ എഫ് എന്താണ്, 0 ആണ്. അപ്പോൾ ആൽഫ എഫ് 0 ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്, ആ ഫംഗ്ഷൻ എന്താണ്, നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. സോ ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും എന്താണ്, ഡിഫൈൻഡ് ആണ്. ആൻഡ് ഈ ഒരു ഇൻ്റഗ്രൽ എന്താണ്, 0 വാല്യൂ, ഫൈനൈറ്റ് വാല്യൂ വന്നു. സോ ആൽഫ എഫ് ആ കേസിൽ നമ്മൾക്ക് എന്താണ്, ഇൻ്റഗ്രബിൾ ആണ് അല്ലേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ആൽഫ 0 ആയതുകൊണ്ട് ആൽഫ ടൈംസ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂന് ഈക്വൽ ആണ്. ഇവിടെ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ 0 ഇൻറ്റു എ ഫൈനൈറ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൈലൻ്റ് ആയിട്ട് അവിടെ ഉണ്ട് എന്നത് ഓർത്ത് വെച്ചേക്കണേ. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇത്രയും കാര്യങ്ങൾ അവിടെ സൈലൻ്റ് ആയിട്ട് ഉണ്ട്. ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ, ഈ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആയത് എന്തുകൊണ്ടാണ്, ആൽഫ 0 ആണ് നമ്മൾക്ക്. എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആയത് എന്തുകൊണ്ടാണ്, ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾക്കിത് ഡിഫൈൻഡ് ആയിരിക്കുന്നത്. ഓക്കെ, സോ ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ എന്താണ്, ആൽഫ 0 ആയതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ആൽഫ എഫ് 0 ആയതുകൊണ്ട് ഈ ഒരു ഇൻ്റഗ്രലും 0 ആണ്. സോ ഈ ഒരു ഇക്വാലിറ്റി ഹാപ്പൻസ് ഇഫ് ആൽഫ ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ആൽഫ 0 ആകുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രബിളും ആണ്. ഇനി ആൽഫ പോസിറ്റീവ് ആണെന്ന് കരുതാം. അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആൽഫ എഫിൻ്റെ പോസിറ്റീവ് പാർട്ട് എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് ആൽഫ എഫ് ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ആൽഫ എഫിൻ്റെ പോസിറ്റീവ് പാർട്ടിൻ്റെയും ആൽഫ എഫിൻ്റെ നെഗറ്റീവ് പാർട്ടിൻ്റെയും ഇൻ്റഗ്രൽ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം അല്ലേ. അപ്പോൾ ആൽഫ എഫിൻ്റെ പോസിറ്റീവ് പാർട്ട് എന്താണെന്ന് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു, ബൈ ദ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ആൽഫ എഫ് ഓഫ് എക്സ് 0 എന്ന് വരും അല്ലേ. ഇനി ആൽഫ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതിന് ഔട്ട് സൈഡ് എടുക്കാം ആൽഫയെ അല്ലേ. ആൽഫ ഇൻറ്റു സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് 0 ഇതിന് ഈക്വൽ ആയിരിക്കും. അതായത് ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് 0 എന്ന് എഴുതാം, കാരണം ആൽഫ പോസിറ്റീവ് ആയതുകൊണ്ട്. ആൻഡ് ദ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് 0 എന്താണ്, ദ പോസിറ്റീവ് പാർട്ട് ഓഫ് എഫ് അറ്റ് എക്സ്. സോ ആൽഫ എഫ് പ്ലസ് ഓഫ് എക്സ് എന്ന് വന്നു. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സ് ഇൻ എക്സ്. ദെർഫോർ ആൽഫ എഫ് പ്ലസ്, അതായത് പോസിറ്റീവ് പാർട്ട് ഓഫ് ആൽഫ എഫ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു പോസിറ്റീവ് പാർട്ട് ഓഫ് എഫ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നെഗറ്റീവ് പാർട്ട് നോക്കാം. ആൽഫ ഇൻറ്റു ആൽഫ എഫ് മൈനസ് ഓഫ് എക്സ്. ബൈ ദ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മൈനസ് ആൽഫ എഫ് ഓഫ് എക്സ് 0 എന്ന് വരും അല്ലേ. ആൻഡ് ആൽഫ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ സുപ്രീമം ഓഫ് മൈനസ് എഫ് ഓഫ് എക്സ് 0 എന്നാണ് വരിക. ആൻഡ് സുപ്രീമം ഓഫ് മൈനസ് എഫ് ഓഫ് എക്സ് 0 എന്താണ്, എഫ് മൈനസ് ഓഫ് എക്സ് ആണ് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ എഫ് മൈനസ് ഓഫ് എക്സ്. ആൻഡ് ഹെൻസ് alpha f, the negative part of alpha f is equal to alpha into f, the negative part of f എന്ന് കിട്ടി. Now consider alpha f positive part of alpha, the integral of the positive part of alpha f d mu. This will be equal to integral of alpha into f plus d mu. അപ്പോൾ ആൽഫ പോസിറ്റീവ് ആണ്, എഫ് പ്ലസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് പ്ലസ് ഡി മ്യൂ, ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഡി മ്യൂ എന്ന് വരും. ഇതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓഫ് ആൽഫ എഫ് ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ഇൻ്റഗ്രൽ ഓഫ് ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ആൽഫ എഫ് ഡി മ്യൂ എന്ത് വരും, ദിസ് ഇസ് ഈക്വൽ ടു, ഇതേ രീതിയിൽ തന്നെ എഴുതുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ എന്ന് വരും. ഞാനൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഞാനിവിടെ കൺഫ്യൂഷൻ ആവുമോ, ഇല്ല, ഒന്ന് ജസ്റ്റ് ചിന്തിക്കാനല്ലേ ഉള്ളൂ.
സോ നോക്കിക്കേ, ഇവിടെ നമ്മൾക്ക് എഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ ഒരു ഇൻ്റഗ്രലും ഫൈനൈറ്റ് ആണ്. ആൻഡ് ആൽഫയും ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ ആണ് വരുന്നത്. സോ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്ട്സും എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. സോ ആൽഫ എഫിൻ്റെ പോസിറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രലും ആൽഫ എഫിൻ്റെ നെഗറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രലും എന്താണ്? ഫൈനൈറ്റ് വാല്യൂസ് ആണ് വരുന്നത്. സോ ദ ഫംഗ്ഷൻ ആൽഫ എഫ് ഇസ് ഇൻ്റഗ്രബിൾ എന്ന് കിട്ടി. എപ്പോൾ? ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ. ആൻഡ് നമ്മൾക്ക് ഇനി ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യാനുണ്ടല്ലോ. സോ കൺസിഡർ ദ ഇൻ്റഗ്രൽ ഓഫ് ആൽഫ എഫ് ഡി മ്യൂ. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് പോസിറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് നെഗറ്റീവ് പാർട്ടിൻ്റെ ഇൻ്റഗ്രലാണ് വേണ്ടത്. അപ്പോൾ പോസിറ്റീവ് പാർട്ട് എന്താണ്? ആൽഫ എഫ് പ്ലസ്. നെഗറ്റീവ് പാർട്ട് എന്താണ്? ആൽഫ എഫ് മൈനസ്. സോ ഇൻ്റഗ്രൽ ഓഫ് ആൽഫ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ആൽഫ എഫ് മൈനസ് ഡി മ്യൂ എന്ന് വരും. അപ്പോൾ ആൽഫ ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് മൈനസ് ഡി മ്യൂ എന്ന് വരും. ആൻഡ് ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ. സോ ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ എന്ന് കിട്ടി. സോ ആൽഫ പോസിറ്റീവ് ആവുന്ന കേസിൽ നമ്മളിത് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾക്ക് ആൽഫ നെഗറ്റീവ് ആവുന്ന കേസ് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആൽഫ നെഗറ്റീവ് ആണ് കരുതുക. ആൽഫ ഇസ് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ ദ പോസിറ്റീവ് പാർട്ട് ഓഫ് ആൽഫ എഫ് എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു, ബൈ ദ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ദ സെറ്റ് ആൽഫ എഫ് ഓഫ് എക്സ് 0 എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എങ്ങനെ എഴുതാം? സുപ്രീമം ഓഫ് മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? 0. ആൽഫ എഫ് ഓഫ് എക്സിന് മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. ആൽഫ നെഗറ്റീവ് ആണ്, അപ്പോൾ മൈനസ് ആൽഫ, നെഗറ്റീവ് ആൽഫ എന്താണ്? പോസിറ്റീവ് വരും അല്ലേ? അപ്പോൾ പോസിറ്റീവ് നമ്പർ നമുക്ക് സുപ്രീമത്തിൻ്റെ ഔട്ട്സൈഡ് എടുക്കാമല്ലോ. സോ മൈനസ് ആൽഫ ഇൻറ്റു സുപ്രീമം ഓഫ് ദ സെറ്റ് മൈനസ് എഫ് ഓഫ് എക്സ് 0 എന്ന് എഴുതാം. ഇനി നമ്മൾക്കറിയാം സുപ്രീമം ഓഫ് മൈനസ് എഫ് ഓഫ് എക്സ് 0 എന്താണ്? ദാറ്റ് ഈസ് ദ നെഗറ്റീവ് പാർട്ട് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ ഇൻറ്റു എഫ് മൈനസ് ഓഫ് എക്സ് എന്ന് വന്നു. അതായത് ദ പോസിറ്റീവ് പാർട്ട് ഓഫ് ആൽഫ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ ഇൻറ്റു നെഗറ്റീവ് പാർട്ട് ഓഫ് എഫ് എന്ന് കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾക്ക് എന്താണ്? ആൽഫ എഫിൻ്റെ നെഗറ്റീവ് പാർട്ട് എന്താണെന്ന് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ദ സെറ്റ് മൈനസ് ആൽഫ എഫ് ഓഫ് എക്സ് 0 എന്ന് വരും. ആൻഡ് മൈനസ് ആൽഫ നമ്മൾക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഔട്ട്സൈഡ് എടുക്കാം. സോ മൈനസ് ആൽഫ ഇൻറ്റു സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് 0 എന്ന് വരും. ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ് പാർട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. So which is equal to negative alpha into f plus of x എന്ന് വരും. So from this we can say that the negative part of alpha f is equal to minus alpha into f plus എന്ന് വരും. ഇനി നോക്കിക്കേ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓഫ് ആൽഫ എഫ് പ്ലസ് ഡി മ്യൂ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ആൽഫ എഫ് മൈനസ് ഡി മ്യൂ എന്ന് വരും. ഇവിടെ എഫ് മൈനസ് എന്താണ്? നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. മൈനസ് ആൽഫ പോസിറ്റീവ് വാല്യൂ ആണ്. So by the property of integral of non-negative functions we have this is equal to minus alpha into integral f minus d mu, and in the same way integral of alpha f minus d mu is equal to minus alpha into integral f plus d mu എന്ന് വരും അല്ലേ? ഇതിൽ എഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ രണ്ട് ഇൻ്റഗ്രൽസും ഫൈനൈറ്റ് ആണ്. സോ ദർ constant multiple also finite value. So minus alpha into these two integrals are finite values, which implies these two integrals are finite. അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രൽസും ഫൈനൈറ്റ് ആയതുകൊണ്ട് ആൽഫ എഫ് എന്താണ്? ഇൻ്റഗ്രബിൾ ആണ്. ഇനി ആ ഒരു ഇൻ്റഗ്രൽ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇൻ്റഗ്രൽ ഓഫ് ആൽഫ എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ആൽഫ എഫ് മൈനസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ആൽഫ എഫ് പ്ലസ് ഡി മ്യൂ എന്ന് വരും. അപ്പോൾ നമ്മൾക്ക് നോൺ നെഗറ്റീവ് ഫങ്ഷൻസിൽ ഇൻ്റഗ്രൽ സി എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ വന്നത് എപ്പോഴാണ്? സി നോൺ നെഗറ്റീവ് ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ മൈനസ് ആൽഫ നോൺ നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾക്കതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, സോ മൈനസ് ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ പ്ലസ് ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ എന്ന് വരും. അപ്പോൾ ആൽഫ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ. സോ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ എന്ന് വന്നു. അപ്പോൾ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത് ഇതായിരുന്നു. ആൽഫ നെഗറ്റീവ് ആകുമ്പോഴും നമ്മൾ ആ ഒരു ഇക്വാലിറ്റി പ്രൂവ് ചെയ്തു, ആ ഒരു ഇക്വേഷൻ ഐഡൻറ്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്തു.
ഇനി നമ്മൾക്ക് അടുത്തത് എഫും ജിയും ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് പ്ലസ് ജി ഇൻ്റഗ്രബിൾ ആണെന്നും പ്രൂവ് ചെയ്യണം. ആൻഡ് ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ജി ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ കൺസിഡർ എഫ് ആൻഡ് ജി ഇൻ എൽ. നമ്മൾക്കറിയാം എഫും ജിയും ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ദർ മോഡുലസ് ഈസ് ഓൾസോ ഇൻ്റഗ്രബിൾ. സോ മോഡുലസ് ഓഫ് എഫ് ആൻഡ് മോഡുലസ് ഓഫ് ജി ആർ ഓൾസോ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ്. ആൻഡ് ഹിയർ modulus of f ഉം modulus of g ഇൻ്റഗ്രബിൾ ഫംഗ്ഷനുമാണ്. ആൻഡ് ദേ ആർ നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ഓൾസോ അല്ലേ. അപ്പോൾ നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ജി ഡി മ്യൂ. നോൺ നെഗറ്റീവ് ഫങ്ഷൻസിന് നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് എഫ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് ജി ഡി മ്യൂ. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയിരിക്കുന്നത്? മോഡുലസ് ഓഫ് എഫും മോഡുലസ് ഓഫ് ജിയും നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആയതുകൊണ്ടും നോൺ നെഗറ്റീവ് ഫങ്ഷൻസിൻ്റെ കേസിൽ ഈ ഒരു അഡിറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് എഫും മോഡുലസ് ഓഫ് ജിയും ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ആയതുകൊണ്ട് ദർ ഇൻ്റഗ്രൽ വാല്യൂ ഈസ് ഫൈനൈറ്റ് ആൻഡ് നോൺ നെഗറ്റീവ്. സോ ദർ സം ഇസ് ഓൾസോ ഫൈനൈറ്റ് വാല്യൂ അല്ലേ. സോ ദർ സം ഇസ് ഓൾസോ ഫൈനൈറ്റ് വാല്യൂ, which implies that the integral of modulus of f plus modulus of g d mu is a finite value. Okay, അപ്പോൾ ഇത് ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ജി എന്താണ്? വിച്ച് ഈസ് എ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ. കാരണം എന്താണ്? ഇൻ്റഗ്രൽ വാല്യൂ ആണ് നമ്മൾക്ക് ഫൈനൈറ്റ് ആണെന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദിസ് ഈസ് എ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ. കാരണം എന്താണ്? ഇവിടെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടിനെ പറ്റി മിസ് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എഫും മോഡുലസ് ഓഫ് ജിയും തന്നെ നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. സോ ദർ പോസിറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയും നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് സീറോയുമായിരിക്കും. അതുകൊണ്ടാണ് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ജി ഇൻ്റഗ്രബിൾ ആണെന്ന് നമ്മൾക്ക് കിട്ടി. നൗ കൺസിഡർ ദ മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ജി ആണ്. ഈ ഒരു ഇൻഇക്വാലിറ്റി നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണ്. എഫും ജിയും മെഷറബിൾ ആയതുകൊണ്ട് എഫ് പ്ലസ് ജി മെഷറബിൾ ആണ്. ആൻഡ് ദർ അബ്സല്യൂട്ട് വാല്യൂ ഈസ് ലെസ് ദാൻ ദ മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി ഈസ് ലെസ് ദാൻ ദ എന്താണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്? മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ജി എന്ന് കിട്ടി. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ജി തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം മോഡുലസ് ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ജിയും എഫ് മെഷറബിളും ജി ഇൻ്റഗ്രബിളും ആണെങ്കിൽ എഫ് എന്താണ്? ഇൻ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് പ്ലസ് ജിനെ ഞാൻ എഫ് ഡാഷ് എന്നും മോഡുലസ് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ജിനെ ഞാൻ ജി ഡാഷ് എന്നും എടുത്താൽ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ജി ഡാഷ് എന്ന് കിട്ടി. ഇതിൽ ജി ഡാഷ് ഇൻ്റഗ്രബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ആൻഡ് എഫ് പ്ലസ് ജി മെഷറബിൾ ആണ്. സോ which implies that f dash which is equal to f plus g is integrable. So f plus g is integrable എന്ന് കിട്ടി. ഇനി ഒരു ഇൻ്റഗ്രൽ ആ ഒരു ഇക്വേഷനാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അഡിറ്റീവ് പ്രോപ്പർട്ടി അല്ലേ. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും നോക്കാം നമ്മൾക്ക്. പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും അല്ല, ഇവിടെ ഏത് റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്ത് ഉടനെ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു എഫ് വൺ മൈനസ് എഫ് ടുവും എഫ് വണ്ണും എഫ് ടുവും നോൺ നെഗറ്റീവ് ഫങ്ഷൻസും ദെയർ ഇൻ്റഗ്രൽസ് ഫൈനൈറ്റുമാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് വൺ ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ടു ഡി മ്യൂ ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി ഡി മ്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഡി മ്യൂ എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺസിഡർ എഫ് പ്ലസ് ജി. എഫ് എന്താണ്? എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് ആണ്. പ്ലസ് ജി എന്താണ്? ജി പ്ലസ് മൈനസ് ജി മൈനസ്. ഓക്കെ, അപ്പോൾ ഞാനിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് പ്ലസ് ജി പ്ലസ് മൈനസ് എഫ് മൈനസ് പ്ലസ് ജി മൈനസ് എന്ന് എഴുതാം. അപ്പോൾ ഞാൻ എഫ് വൺ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് പ്ലസ് ജി പ്ലസ് എന്നും എഫ് ടു ഇസ് ഈക്വൽ ടു എഫ് മൈനസ് പ്ലസ് ജി മൈനസ് എന്ന് എടുത്താൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് വൺ മൈനസ് എഫ് ടു ആണ്. ആൻഡ് എഫ് പ്ലസും ജി പ്ലസും ആൻഡ് എഫ് പ്ലസ് ജി പ്ലസ് എന്താണ്? നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആണ്. എഫ് മൈനസ് ജി മൈനസും നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആണ്.
So their sum is also non-negative function. ഇപ്പോൾ f1ഉം f2ഉം നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആണ്. ഇനി f പ്ലസും g പ്ലസും നമ്മൾക്ക് എന്താണ് നോൺ നെഗറ്റീവ് ഇൻ്റഗ്രബിൾ, അതായത് f പ്ലസും g പ്ലസും നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആണ്. ആൻഡ് f പ്ലസിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇങ്ങനെയാണ്. ഇങ്ങനെ നോക്കിയേ, ഞാനിവിടെ സൈഡിൽ എഴുതാമേ, അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഇൻ്റഗ്രൽ ഓഫ് f1 d mu is equal to ഇൻ്റഗ്രൽ ഓഫ് f പ്ലസ് പ്ലസ് g പ്ലസ് d mu എന്ന് വരും. f1 നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് പോസിറ്റീവ് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് പാർട്ട് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഇൻ്റഗ്രൽ ഓഫ് f പ്ലസ് പ്ലസ് g പ്ലസ് d mu എന്ന് വന്നു. ആൻഡ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് f പ്ലസ് d mu പ്ലസ് ഇൻ്റഗ്രൽ g പ്ലസ് d mu എന്ന് എഴുതാം നമ്മൾക്ക്. ആൻഡ് f ഇൻ്റഗ്രബിൾ ആണ്, g ഇൻ്റഗ്രബിൾ ആണ്. സോ ദീസ് ടു ആർ ഫൈനൈറ്റ് വാല്യൂസ്. സോ ഇൻ്റഗ്രൽ ഓഫ് f1 d mu എന്താണ്? ഫൈനൈറ്റ് ആണ്. ഇതുപോലെ ഇൻ്റഗ്രൽ ഓഫ് f2 d mu കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് f മൈനസ് പ്ലസ് g മൈനസ് d mu എന്ന് വരും. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് f മൈനസ് d mu പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് g മൈനസ് d mu എന്ന് എഴുതാം. എഫും ജിയും ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ദീസ് ടു ഇൻ്റഗ്രൽസ് ആർ ഫൈനൈറ്റ്. So their sum is also finite, which implies integral f2 d mu is finite. So f1ഉം f2ഉം എന്താണെന്ന് കിട്ടി? ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. സോ f1 ആൻഡ് f2 ആർ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് വിത്ത് എന്താണ്? f is equal to f1 മൈനസ് f2. അപ്പോൾ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് f പ്ലസ് ജി ഡി മ്യൂ ഇസ് ഈക്വൽ ടു, ഞാനിവിടെ ഒരു മിസ്റ്റേക്ക്, സോറി, ഇവിടെ ഞാൻ f പ്ലസ് ജി ആണ് നമ്മളുടെ ഫങ്ഷൻ, എഫ് അല്ല, എഫ് പ്ലസ് ജി ആണ് നമ്മളുടെ ഫങ്ഷൻ. എഫ് പ്ലസ് ജി ഇസ് ഈക്വൽ ടു f1 മൈനസ് f2 എന്നാണ് വന്നിരിക്കുന്നത്. നോട്ട് ചെയ്യണേ, അതൊന്ന് കറക്റ്റ് ചെയ്യണേ അവിടെ. സോ ഇൻ്റഗ്രൽ ഓഫ് f പ്ലസ് ജി ഡി മ്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് f പ്ലസ് g പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് f മൈനസ് പ്ലസ് g മൈനസ് ഡി മ്യൂ. അതായത് ഇൻ്റഗ്രൽ ഓഫ് f1 ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് f2 ഡി മ്യൂ എന്നാണ് വരേണ്ടത്. f1 f പ്ലസ് ജി പ്ലസ് ആണ്, f പ്ലസ് ജി പ്ലസ് ആണ്, f2 f മൈനസ് പ്ലസ് ജി മൈനസ് ആണ്. അതുകൊണ്ട് ഞാനത് ഡയറക്റ്റ് എഴുതി എന്ന് മാത്രം. ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ f1 f2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് which is equal to integral of f plus d mu plus integral of g plus d mu minus integral of f minus d mu plus minus integral of g minus d mu എന്ന് വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ integral of f plus d mu minus integral of f minus d mu plus integral of g plus d mu minus integral of g minus d mu എന്ന് വരും. And this is equal to integral of f d mu, അല്ലേ? This is integral of f d mu and this is integral of g d mu. So this is equal to integral of f d mu plus integral of g d mu. ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു പ്രൂഫും അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് ലെബാക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്തോ നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ലെബാക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം. So let sequence fn be a sequence of integrable functions which converges almost everywhere to a real valued measurable function f. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മൾക്കൊരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് fn ഉണ്ട് ആൻഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്, വിച്ച് കൺവേർജസ് ടു എ ഫങ്ഷൻ ഓൾമോസ്റ്റ് എവരിവെയർ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? There exists a measurable set E such that mu of E is equal to 0 and fn converges to f for all points x does not belongs to E ആയിരിക്കും. Okay, so if there exists an integrable function g such that the absolute value of fn, the modulus of fn is less than or equal to g, അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ലെസ് ദാൻ ജി ഫോർ ഓൾ എൻ ആണ്. ഫോർ ഓൾ എൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഫും ഇൻ്റഗ്രബിൾ ആയിരിക്കും.
ആൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ആയിരിക്കും. നമ്മൾ നോൺ നെഗറ്റീവ് ഫങ്ഷൻസിൻ്റെ കേസിൽ എഫ് എൻ കൺവേർജസ് ടു എഫ് ആവുന്ന കേസിൽ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ ഇത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇത് എന്താണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ദിസ് ടു വിൽ ബി ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റ് ഓഫ് എഫ് എൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ബൈ റീഡിഫൈനിങ് ദ ഫങ്ഷൻസ് എഫ് എൻ ആൻഡ് എഫ് ഓൺ ദ സെറ്റ് ഓഫ് മെഷർ 0, we may assume that fn converges to f on all of x. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ ബോക്സിലിട്ട് എഴുതുന്നതൊന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതി വെച്ചാൽ മതി. അത് എക്സാമിനൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇപ്പോൾ പറഞ്ഞ കാര്യം എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് നോക്കാം. എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവരിവെയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് ദർ ഈസ് എ മെഷറബിൾ സെറ്റ് ഇ വിത്ത് മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 ആൻഡ് എഫ് എൻ കൺവേർജസ് ടു എഫ് at every point in the complement of E ആയിരിക്കും. Now let E dash is equal to the complement of E and consider fn chi E dash characteristic function fn chi E dash and f chi E dash. Then for all x belongs to E, x belongs to E ആണെങ്കിൽ fn, അതായത് നമ്മൾക്ക് ഈ fn ഓഫ് എക്സ് എഫ് ഓഫ് എക്സിലോട്ട് എവിടെ കൺവേർട്ട് ചെയ്യും? ഇയുടെ കോംപ്ലിമെൻറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിലും, അതായത് ഇ ഡാഷിലുള്ള എല്ലാ പോയിൻറ്റ്സിലും കൺവേർട്ട് ചെയ്യും. ആൻഡ് കൺവേർട്ട് ചെയ്യാതെ വരുന്നത് എവിടെയുള്ള പോയിൻറ്റ്സ് മാത്രമാണ്? സെറ്റ് ഇയിലുള്ള പോയിൻറ്റ്സിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എക്സ് ബിലോങ്സ് ടു ഇ ആണെങ്കിൽ എഫ് എൻ കൈ ഇ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കില്ലേ. കാരണം എന്താണ്? ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എടുക്കുമ്പോൾ കൈ ഇ ഡാഷ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇ ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ഡാഷ് ആയതുകൊണ്ട് ആ ഒരു വാല്യൂ 0 ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എഫ് എൻ കൈ ഇ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഇതുപോലെ തന്നെ എഫ് കൈ ഇ ഡാഷ് ഓഫ് എക്സും 0 ആണ് നമ്മൾക്ക് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും 0 വാല്യൂസ് ആണ് വരുന്നത് ഫോർ ഓൾ എക്സ് ഇൻ ഇ ആൻഡ് ഫോർ ഓൾ എൻ. ദെർഫോർ എഫ് എൻ കൈ ഇ ഡാഷ് കൺവേർജസ് ടു എഫ് കൈ ഇ ഡാഷ് ഓൺ ഇ എന്ന് നമ്മൾക്ക് പറയാം അല്ലേ. ഇനി എക്സ് ബിലോങ്സ് ടു ഇ ഡാഷ് ആണെങ്കിൽ എഫ് എൻ കൈ ഇ ഡാഷ് ഓഫ് എക്സ് എന്തിന് ഈക്വലാണ്? എഫ് എൻ ഓഫ് എക്സിനും. എഫ് കൈ ഇ ഓഫ് എക്സ് എന്തിന് ഈക്വലാണ്? ഇ ഡാഷ് ആണ് ഇവിടെ. ഇ ഡാഷ് ഓഫ് എക്സ് എന്തിന് ഈക്വലാണ്? എഫ് ഓഫ് എക്സിനും. ആൻഡ് ഇയുടെ കോംപ്ലിമെൻറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിലും കൺവേർജൻസ് ഉണ്ട് എന്നാണ് നമുക്ക് അസ്യൂം ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? ദിസ് വിൽ കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. സോ ഇൻ ടോട്ടൽ നമ്മൾക്ക് എന്ത് പറയാം? എക്സിൽ നിന്ന് ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഇയിലുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റിലുണ്ടാവും. അപ്പോൾ ഏതിലുണ്ടെങ്കിലും നമ്മൾക്ക് എന്ത് കിട്ടി? കൺവേർജൻസ് ഉണ്ടെന്ന് കിട്ടി അല്ലേ. സോ ഫോർ ഓൾ എക്സ് ഇൻ എക്സ് എഫ് എൻ കൈ ഇ ഡാഷ് ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് കൈ ഇ ഡാഷ് ഓഫ് എക്സ്. അതായത് നമ്മൾ ഇതിനൊന്ന് റീഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾക്ക് എന്താണ്? ഈ ഫങ്ഷൻ എല്ലാ പോയിൻറ്റ്സിലും കൺവേർജ് ചെയ്യുന്ന രീതിയിൽ കിട്ടി. അപ്പം നമ്മൾ ഈ ഫങ്ഷനാണ് ഇപ്പം നമ്മൾ റീഡിഫൈൻ ചെയ്തെടുത്തല്ലോ. ഈ ഫങ്ഷനാണ് നമ്മൾ ഇനിയുള്ള പ്രൂഫ് റിമൈനിങ് പാർട്ട് ഓഫ് ദ പ്രൂഫ് വരുന്നത്. സോ നമ്മൾക്ക് അതിൽ നിന്ന് ഓൾമോസ്റ്റ് എവരിവെയർ കൺവേർജൻസ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനും ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരും. സോ ഇവിടെ തൊട്ട് ഈ ബോക്സിൻ്റെ ഇവിടെ വരെയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട, എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, വി ഹാവ് ദ modulus of fn is less than or equal to g for all n, and therefore the limit of the modulus of fn is also less than or equal to g. കാരണം എന്താണ്? this is less than or equal to g ആയതുകൊണ്ട്. and limit of fn എന്താണ്? which is modulus of f ആണ് അല്ലേ. limit of modulus of fn modulus of f ആണ്. so modulus of f less than or equal to g എന്ന് കിട്ടി. ഇനി മോഡുലസ് ഓഫ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആയതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തറിയാം? ഈ മോഡുലസ് ഓഫ് എഫ് എൻ എന്തായാലും ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. ആൻഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ജി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ജി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ജി തന്നെയായിരിക്കും. ദെൻ നമ്മൾക്ക് എന്താണ്? ഇവിടെ ജി ഇൻ്റഗ്രബിൾ ആണ് ആൻഡ് എഫ് മെഷറബിൾ ആണ്. കാരണം എന്താണ്? ലിമിറ്റ് ഓഫ് എഫ് എൻ ആയിട്ട് വരുന്നത് കൊണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഈ ഫങ്ഷൻ എഫ് എടുക്കുമ്പോൾ
മോഡുലസ് ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ജി ആണ്. മോഡുലസ് ഓഫ് ജി ഈക്വൽ ടു ജി ആയതുകൊണ്ട്. ആൻഡ് എഫ് മെഷറബിൾ ആണ്, ജി ഇൻ്റഗ്രബിൾ ആണ്. സോ നമ്മൾ മുൻപേ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്ത് കിട്ടും? എഫ്, ദ ഫങ്ഷൻ എഫ് ഈസ് ഇൻ്റഗ്രബിൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾക്ക് ആ ഒരു ഇക്വേഷൻ എന്താണ്, ഇതാ ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. ഇൻ്റഗ്രബിൾ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. സോ കൺസിഡർ ജി പ്ലസ് എഫ് എൻ. ജി എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് എൻ ആണ്. ആൻഡ് മോഡുലസ് ഓഫ് എഫ് എൻ എന്താണ്? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ആണ്. അപ്പോൾ എഫ് എൻ പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, ജി എന്ന് പറയുന്നത് എഫ് എന്നിനേക്കാളും ലാർജറാണ് വരുന്നത് അല്ലേ? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായാലും ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ? അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ 3 എടുത്ത് നോക്കൂ, 3 + -2, അല്ലെങ്കിൽ എന്താണ് 3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ആണ്. ആൻഡ് 3+, അതായത് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ആണ്. അപ്പോൾ 3യും -2 ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതുപോലെ നമ്മൾക്കിവിടെ ജി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് എൻ ആണ്. ആൻഡ് മോഡുലസ് ഓഫ് എഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ആണ്. സോ ജിയും എഫ് എന്നും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന എന്തായാലും ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? സോ ജി പ്ലസ് എഫ് എൻ എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതൊരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ് നമ്മൾക്ക് അല്ലേ? സോ ലിമിറ്റ് ഇൻഫിമം ഓഫ് ജി പ്ലസ് എഫ് എൻ ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ജി പ്ലസ് ദ ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ ആയിരിക്കും. എഫ് എൻ കൺവേർജസ് ടു എഫ് ആണ്. സോ ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ എന്താണ്? എഫ് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് എഫ് എന്ന് വരും നമ്മൾക്ക് അല്ലേ? ദെൻ the integral of g d mu plus integral of f d mu. ഈ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ കാര്യം ഡിഫൈൻഡ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു, നമ്മൾ മുന്നേ പ്രൂവ് ചെയ്തത് പ്രകാരം ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ജി പ്ലസ് എഫ് ഡി മ്യൂ എന്ന് വരും അല്ലേ? ആൻഡ് ജി പ്ലസ് എഫ് ഡി മ്യൂ നമുക്ക് ഫാക്ടേഴ്സ് ലെമ്മ വെച്ചിട്ട് ഇവിടെ നോക്കിക്കേ, ഈ എഴുതിയിരിക്കുന്നത് എന്താണ് ആക്ച്വലി? ദിസ് ഈസ് ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് ഇൻഫിമം ഓഫ് ജി പ്ലസ് എഫ് എൻ ഡി മ്യൂ എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ ജി പ്ലസ് എഫ് എൻ ഡി മ്യൂ എന്ന് എഴുതാൻ പറ്റും. ഫാക്ടേഴ്സ് ലെമ്മ നോൺ നെഗറ്റീവ് ഫങ്ഷൻസിനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ജി പ്ലസ് എഫ് എൻ എന്താണ്? നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. സോ നമ്മൾക്കിവിടെ ഫാക്ടേഴ്സ് ലെമ്മ അപ്ലൈ ചെയ്യാം. സോ ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് ഇൻഫിമം ഓഫ് ജി പ്ലസ് എഫ് എൻ ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ ജി പ്ലസ് എഫ് എൻ ഡി മ്യൂ എന്ന് വരും. ആൻഡ് ഇൻ്റഗ്രൽ ജി പ്ലസ് എഫ് എൻ ഡി മ്യൂ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് എഴുതാം. So this is equal to limit infimum of integral g d mu plus integral f n d mu. So this is equal to integral g d mu. ഇവിടെ ഈ ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് അല്ലേ? സോ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ് ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് നമ്മൾക്ക് എഴുതാം. അപ്പോൾ ജി ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ ഒരു വാല്യൂ, ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? ഫൈനൈറ്റ് ആണ്. സോ നമ്മൾക്കത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Integral f d mu is less than or equal to limit infimum of integral f and d mu എന്ന് എഴുതാം. So this is equation number 1. Equation അല്ല, inequality number 1. Now consider g minus fn. നമ്മൾക്ക് g greater than or equal to fn ആണ്. fn പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും which is greater than or equal to modulus of fn ആണ്. And modulus of fn is greater than or equal to fn ആണ്. So from this we can say that g minus fn is greater than or equal to 0. Then limit infimum of g minus fn. Limit infimum of g minus fn is equal to, നമ്മൾക്ക് എന്താണ്? This is equal to g plus limit infimum of minus fn എന്ന് വരും. fn converges to f ആണ്. അപ്പോൾ ലിമിറ്റ് മൈനസ് എഫ് എൻ ആയാലും ലിമിറ്റ് ഇൻഫിമം മൈനസ് എഫ് എൻ ആയാലും എന്തിന് ഈക്വൽ ആണ്? മൈനസ് എഫിന് ഈക്വൽ ആണ്. ഇവിടെ ആക്ച്വലി ലിമിറ്റ് ഇൻഫിമം ഓഫ് മൈനസ് എഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് ലിമിറ്റ്
സുപ്രീമം ഓഫ് എഫ് എൻ എന്ന് വരും അല്ലേ. അപ്പോൾ ലിമിറ്റ് സുപ്രീമം ഓഫ് എഫ് എൻ കൺവേർജസ് ടു എഫ് ആയതുകൊണ്ട് ലിമിറ്റ് സുപ്രീമം ഓഫ് എഫ് എൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എഫ് എൻ ആയിരിക്കും, വിച്ച് ഈസ് എഫ് ആണ്. സോ ഇവിടെ നമ്മൾക്ക് ജി മൈനസ് എഫ് എന്ന് കിട്ടി. നൗ കൺസിഡർ ദ ഇൻ്റഗ്രൽ ഓഫ് ജി ഡി മ്യൂ മൈനസ് ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾക്ക് ഇത് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ജി മൈനസ് എഫ് ഡി മ്യൂ എന്ന് എഴുതാം. എഗൈൻ ഈ ജി മൈനസ് എഫ് എന്താണ്? ലിമിറ്റ് ഇൻഫിമം ഓഫ് ജി മൈനസ് എഫ് എൻ ഡി മ്യൂ ആണ് അല്ലേ. ജി മൈനസ് എഫ് ലിമിറ്റ് ഇൻഫിമം ഓഫ് ജി മൈനസ് എഫ് എൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫാക്ടേഴ്സ് ലെമ്മ വെച്ചിട്ട് ഈ ഏതൊക്കെ റിസൾട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ സൈഡിൽ സ്റ്റേറ്റ് ചെയ്യണമേ. ബൈ അപ്ലൈയിങ് ഫാക്ടേഴ്സ് ലെമ്മ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ ജി മൈനസ് എഫ് എൻ ഡി മ്യൂ എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ ജി ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ്, കാരണം എന്താണ്? ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ് ലിമിറ്റ് ഇൻഫിമം ഓഫ് മൈനസ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം ലിമിറ്റ് ഇൻഫിമം ഓഫ് എ മൈനസ് ലിമിറ്റ് ഇൻഫിമം ഓഫ് മൈനസ് എഫ് എൻ. ഇപ്പോൾ എഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ലിമിറ്റ് ഇൻഫിമം ഓഫ് മൈനസ് എഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് ലിമിറ്റ് സുപ്രീമം ഓഫ് എഫ് എൻ എന്ന് വരും അല്ലേ. അത് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്ത് വരും? ലിമിറ്റ് ഇൻഫിമം ഓഫ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് വരും. സോ നമ്മൾക്കതിവിടെ എഴുതി കഴിഞ്ഞാൽ ദ ഇൻ്റഗ്രൽ ജി ഡി മ്യൂ മൈനസ് ദ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഡി മ്യൂ മൈനസ് ലിമിറ്റ് സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ജി ഡി മ്യൂ ഫൈനൈറ്റ് വാല്യൂ ആണ്, ജി ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട്. സോ നമ്മളത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ലിമിറ്റ് സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു ഇൻഇക്വാലിറ്റിനെ മൈനസ് നെഗറ്റീവ് 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് കിട്ടും. അപ്പോൾ ഇത് ഇൻഇക്വാലിറ്റി നമ്പർ 2. അപ്പം 1ഉം 2ഉം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ is less than or equal to limit infimum of integral f and d mu is less than or equal to limit supremum of integral f and d mu and this is less than or equal to integral f d mu എന്ന് കിട്ടി. അതായത് ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടി? ഈ എല്ലാ ലിമിറ്റ് ഇൻഫിമവും ലിമിറ്റ് സുപ്രീമവും ഈക്വൽ ആയിരിക്കും ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂവും ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്താണ്? this implies that the integral of f d mu is equal to limit of the integral f and d mu അല്ലേ. സോ ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഓൾമോസ്റ്റ് എവരിവെയർ കൺവേർജൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ, സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസിൽ എന്താണ് നമ്മൾക്ക്? ആ ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസിൽ if we consider a sequence of integrable functions which converges to a function f or which converges almost everywhere to a real valued measurable function f ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഇങ്ങനൊരു ഫങ്ഷൻ മോഡുലസ് ഓഫ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആയിട്ട് ഒരു ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ദ ഫങ്ഷൻ എഫ് ഇസ് ഇൻ്റഗ്രബിൾ എന്നും ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ലെബാക്ക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം. നെയ്മഡ് തിയറം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് തിയറം തന്നെയാണ്. നൗ നമ്മൾക്കിനി എന്താണ്? ഇനി നമ്മൾ ഈ മെഷറബിൾ ഫങ്ഷൻസിലൊരു ന്യൂ ടേം ഡിഫൈൻ ചെയ്യാണ്. ഒരു ന്യൂ പാരാമീറ്റർ വേരിയബിൾ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടുന്നു. ജസ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. എക്സാമിന് വരില്ല എന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, സോ ഡിപ്പെൻഡൻസ് ഓഫ് പാരാമീറ്റർ. ലെറ്റ് എഫ് ഡിനോട്ട് എ ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ എക്സ് ക്രോസ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ. എന്താണ്?
നമ്മൾ എക്സ് ജസ്റ്റ് ഒരു സെറ്റ് എടുത്തു ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി കൺസിഡർ ചെയ്തു. അപ്പോൾ എക്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് അവിടെ എന്താണ്, 2 വേരിയബിൾ വന്നു. ഓൾറെഡി എക്സിലുള്ള വേരിയബിളും വരും, പിന്നെ എന്താണ് ഒരു പാരാമീറ്റർ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുള്ളൊരു പാരാമീറ്റർ കൂടെ ആഡ് ചെയ്യുന്നു. ആൻഡ് 2 എന്താണ് റിയൽ നമ്പേഴ്സിലോട്ടാണ് ഫങ്ഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷാൾ അസ്യൂം ദാറ്റ് ദ ഫങ്ഷൻ എക്സ് ടു എഫ് ഓഫ് എക്സ് ടി. അപ്പം ടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എക്സ് ടു എഫ് ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടി എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടി ഫിക്സ് ചെയ്യുന്നത് ഫോർ ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഈച്ച് ഫിക്സഡ് ടി നമ്മൾക്ക് എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടി എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് മെഷറബിൾ എന്നാണ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷാൾ അസ്യൂം ദാറ്റ് ദ ഫംഗ്ഷൻ എക്സ് ടു എഫ് ഓഫ് എക്സ് ടി, അതായത് ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടി എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷൻ മെഷറബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി റിസൾട്ട് നോക്കാം. കൊറോളറി 5.7. അപ്പം ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടി പാരാമീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മെഷറബിലിറ്റി എന്തിലേ പറയുന്നുള്ളൂ, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വേരിയബിളിലുള്ള ഇത് മാത്രമേ, വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വേരിയബിളിൽ മാത്രമേ നമ്മൾ മെഷറബിലിറ്റി പറയുന്നുള്ളൂ. ഓക്കെ, അതായത് എക്സിലാണ് നമ്മൾ മെഷറബിലിറ്റി മെൻഷൻ ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു വേരിയബിൾ ഒരു പാരാമീറ്റർ ആഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, suppose that for some t naught in closed interval a b f of x t naught equal to limit t tending to t naught f of x t for each x in x, and that there exists an integrable function g on x such that the absolute value of f of x t is less than or equal to g of x. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, for some t naught in closed interval a b ക്ക് എഫ് ഓഫ് എക്സ് ടി നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് ടി ടെൻഡിങ് ടു ടി നോട്ട് എഫ് ഓഫ് എക്സ് ടി ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് എബൌട്ട് ടിയിൽ എസ് ടി ടെൻഡിങ് ടു ടി നോട്ട് ആകുമ്പോൾ എന്താണ് ദാറ്റ് വാല്യൂ ലിമിറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടി നോട്ട് എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഈച്ച് എക്സ് ഇൻ എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ വൺ മോർ കണ്ടീഷൻ കൂടെ അസ്യൂം ചെയ്യുന്നു. എന്താണ്, for all x and t, suppose there is an integrable function g on x such that the absolute value of f of x t is less than or equal to g of x. ഇങ്ങനൊരു ഇൻ്റഗ്രബിൾ ഫംഗ്ഷനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 കണ്ടീഷൻ ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇതും പിന്നെ ഇങ്ങനൊരു എക്സിസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രബിൾ ഫംഗ്ഷനും. അങ്ങനെയാണെങ്കിൽ ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ടി നോട്ട് ഡി മ്യൂ ഓഫ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മെഷർ എക്സ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സിലാണ് വരുന്നത് എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് മ്യൂ ഓഫ് എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. is equal to limit t tending to t naught integral f of x t d mu x. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ let Tn be a sequence in the closed interval AB which converges to T naught. Okay, ഇപ്പോൾ T naught belongs to closed interval AB ആണ്. Now consider a sequence of points in this closed interval AB which converges to the point T naught, and let fn of x is equal to f of x tn. ഇപ്പോൾ fn of x എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, which is equal to f of x tn എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Okay, and for each t we have assumed that the function which maps x to f of x is measurable. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ tn for each tn ഈ fn എന്താ ചെയ്യുന്നത്, എക്സിനെ എഫ് ഓഫ് എക്സ് ടി എന്നിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും. സോ ദിസ് ഇസ് എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണെന്ന് കിട്ടി, ആൻഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓൾസോ. സോ as n tends to infinity tn converges to t naught, and hence
fn of x is equal to f of x t n converges to f of x t naught ആണ്. കാരണം എന്താണ്, അസ്യൂം ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് എന്താണ്, f of x t naught is equal to limit t tending to t naught f of x t ആണെന്ന്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സുമാണ്. ഓക്കെ, so the absolute value of f of x t less than or equal to g of x implies that this is true for all t, fixed t. Hence the absolute value of fn of x is also less than or equal to g of x for all x. Okay, this is true for each t and for all x, and hence this is true for all x. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾക്ക് a sequence of measurable functions ഉണ്ട്, a sequence of measurable functions ഉണ്ട്, which converges to what, which converges to f of x t naught, and which converges to f of x t naught ആണ്. ആൻഡ് എന്താണ് പിന്നെ ഉള്ളത്, ഈ ഒരു sequence of functions measurable ആണ്, and given that f is also measurable, and also we have a function, a integrable function g such that the absolute value of fn of x less than or equal to g of x. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റിസൾട്ട് ഓർമ്മ വന്നോ? അതെ, നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തിരിക്കുന്ന റിസൾട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സിമിലർ അല്ലേ വരുന്നത്, ലെബാക്ക് ഡോമിനേറ്റഡ് തിയറം. അപ്പോൾ ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, ലെബാക്ക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം അല്ലേ, എന്തായിരുന്നു നെയിം, ഞാൻ ഭയങ്കരമായിട്ട് ലെബാക്ക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം. അപ്പോൾ ഇവിടെ then by applying ലെബാക്ക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം, LDCT ഞാൻ ഷോർട്ടായിട്ട് എഴുതിയതാണ്, വേറെ ആരും എവിടെയും യൂസ് ചെയ്യത്തില്ല, എൻ്റെ മടി കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ എഴുതിയതാണ്, നിങ്ങളിതൊന്നും റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, സോ by applying ലെബാക്ക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം to the sequence fn, we will get the integral of f of x t naught. അവിടെ fന് വരെ ഇവിടെ എന്ത് വരും, f of x t naught വരും. So the integral of f of x t naught d mu of x is equal to limit of the integral fn of x എന്ന് വരും. So this is equal to limit of the integral f of x tn എന്ന് വരും. നമ്മൾക്കിതെന്താണ്, ദിസ് ഇസ് ട്രൂ. ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്, ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ സീക്വൻസ് വിച്ച് കൺവേർജസ് ടു ടി നോട്ട് ആണ്. സോ നമ്മൾക്ക് എന്ത് എഴുതാം, ദ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ടി നോട്ട് ഡി മ്യൂ എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ്സ് ടു ടി നോട്ട് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ടി ഡി മ്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നമ്മൾ കൺവേർജൻസും ലിമിറ്റും കണ്ടിന്യൂറ്റിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നത് പോലെ ആ കാര്യങ്ങളെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ എഴുതാൻ ഇത്ര തന്നെയുള്ളൂ, ഒന്ന് ആ വഴിയിലൂടെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ഫസ്റ്റ് എന്താണ് ചെയ്തിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഒന്ന് പറയാമെന്ന് കരുതുന്നു. നമ്മൾക്ക് ഇവിടെ മോസ്റ്റ് കൺഫ്യൂസിങ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു വേരിയബിൾ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് എഫ് എൻ കൂടെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫങ്ഷൻസ് എങ്ങോട്ടാണ്, നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ടി നോട്ട്, അതായത് എഫ് എൻ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ടി നോട്ടിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദർ ഈസ് എ ഇൻറ്റഗ്രബിൾ ഫങ്ഷൻ ജി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണ്, ലെബാക്ക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഇൻ്റഗ്രബിളും ആയിത്തീരും. ഇവിടെ എഫും എഫ് എന്നും ഒക്കെ മെഷറബിൾ ആണ്. കാര്യം എന്താണ്, ഫസ്റ്റ് ഞാൻ ഈ കൊറോളറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫങ്ഷൻസ് ഫോർ ഈച്ച് ഫിക്സഡ് ടി ദ മാപ്പ് വിച്ച് മാപ്സ് എക്സ് ടു എഫ് ഓഫ് എക്സ് ടി ഇസ് എ മെഷറബിൾ ഫങ്ഷൻ. ഓക്കെ, സോ ഒരു അസംഷൻ വെച്ചിട്ട് ഇതെല്ലാം മെഷറബിൾ ഫങ്ഷൻസ് ആണ്. And by the statement of this result, there is a integrable function g which satisfies this condition also. So നമ്മൾക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, by ലെബാക്ക് ഡോമിനേറ്റഡ് തിയറം integral of f of x t naught d mu is equal to limit of integral fn of
എക്സ് ഡി മ്യൂ എന്ന് വരും. ആൻഡ് എഫ് എൻ ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ടി എൻ ആണ്. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഈച്ച് സീക്വൻസ് ടി എൻ കൺവേർജസ് ടു ടി നോട്ട് ആയതുകൊണ്ടാണ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിക്ക് പകരം നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റിയത്? ലിമിറ്റ് ടി ടെൻഡിങ്സ് ടു ടി നോട്ട് എഫ് ഓഫ് എക്സ് ടി എന്ന് എഴുതാൻ പറ്റിയത്. ഓക്കെ, സോ ഈ ഒരു പ്രൂഫ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് റിസൾട്ട് കൊറോളറി 5.8. ഈ ഒരു കൊറോളറി എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നുമില്ല. നേരത്തെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണോ അത് തന്നെ കണ്ടിന്യൂറ്റിയുടെ രീതിയിൽ വരുന്നു എന്ന് മാത്രം. പ്രൂഫ് സെയിം സാധനം തന്നെയാണ് വരിക. അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ നോക്കുന്നതിന് ഓരോ പോയിന്റിൽ നിന്ന് നോക്കുന്നതും വ്യത്യസ്തമാണ്. ഇപ്പം മഴവിൽ തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ വിസിബിൾ ആവില്ല. ഒരു പോയിന്റിൽ നിന്ന് നോക്കുന്ന ആ ഒരു വിസിബിലിറ്റി വേറൊരു പോയിന്റിൽ നിന്നും നമുക്ക് നോക്കിയാൽ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരേ മഴവിലുള്ള ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വിട്ടാൽ ഞാനിതിന് അതിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ ഒരു കൊറോളറി നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കൊറോളറി തന്നെയാണ്, അതേ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ വ്യൂ പോയിൻ്റ് ഒന്ന് മാറ്റിപ്പിടിക്കുന്നു. ഓക്കെ, ഇഫ് ദ ഫങ്ഷൻ ടി കൺവേർജസ് ടി വിച്ച് മാപ്സ് ടു എഫ് ഓഫ് എക്സ് ടി, അവിടെ നമ്മൾ എക്സിനെ എഫ് ഓഫ് എക്സ് ടിയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ടി ആയിരുന്നു ഫിക്സ് ചെയ്തത്, ഇവിടെ എക്സ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ദ ഫംഗ്ഷൻ ടി വിച്ച് മാപ്സ് ടി ടു എഫ് ഓഫ് എക്സ് ടി ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വേരിയബിൾ എന്താണ്? ടി ആണ്. സോ if the function which maps t to f of x t is continuous on the closed interval a b for each x in x, and if there is an integrable function g on x such that the absolute value of f of x t is less than or equal to g of x, then the function f defined by f of t is equal to integral f of x t d mu of x is continuous for each t in closed interval a b എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നോക്കിക്കേ, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത റിസൾട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്? ഈ ഫസ്റ്റ് വണ്ണിൽ നിന്ന് എന്താണ് നമ്മൾക്ക് എന്താണ്? കണ്ടിന്യൂസ്, ദ ഫംഗ്ഷൻ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ടി എന്ന് കിട്ടും അല്ലെ? ഫോർ ഈച്ച് ഫിക്സഡ് എക്സ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടി അല്ലെങ്കിൽ ദ ഫംഗ്ഷൻ വിച്ച് മാപ്സ് ടി ടു എഫ് ഓഫ് എക്സ് ടി ഇസ് കണ്ടിന്യൂസ് അറ്റ് ടി നോട്ട് എന്ന് കിട്ടും അല്ലേ? ആൻഡ് ഈ ഒരു കണ്ടീഷനും നമ്മളവിടെ അസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഇതിനെയാണ് എന്തെന്ന് എടുത്തിരിക്കുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ്, നോക്കിക്കേ എങ്ങനെയാണ് എഫ് ഓഫ് ടി എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ടി ഡി മ്യൂ ഓഫ് എക്സ് എന്ന് എടുക്കുന്ന ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് by corollary 5.7 we have whenever t converges to t naught the integral f of x t d mu of x converges to f of x t naught d mu of x, and this is equal to what? This is equal to f of t naught, and this is equal to what? f of t. When the t whenever t converges to t naught f of t converges to f of t naught എന്ന് കിട്ടി. അതായത് എഫ് ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ്സ് ടു ടി നോട്ട് എഫ് ഓഫ് ടി എന്ന് കിട്ടി. സോ എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് കിട്ടി. ഓക്കെ, കഴിഞ്ഞില്ലേ കാര്യം? ഒന്നുമില്ല, നേരത്തെ റിസൾട്ടിലുള്ള അത് തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് കൊറോളറി 5.9 മുതലുള്ള ഈ സെക്ഷൻ്റെ റിമൈനിങ് പാർട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ.